ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. അതേ സ്ഥാനാർത്ഥിൻ്റെ ഭാഗത്ത് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഈ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൂ ഫ്രം സോ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൽ നിന്ന് 6 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ നേടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ KGF ചാപ്റ്റർ 1 എന്ന് പറഞ്ഞതിൻ്റെ കളക്ഷൻ കടത്തി കിട്ടിയിട്ടുണ്ട്. KGF ചാപ്റ്റർ 1 കേരളത്തിൽ നിന്ന് 6 കോടിയാണ് ആകെ നേടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ കന്നഡ ഫിലിം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. 2-ാം സ്ഥാനത്ത് 1-ാം സ്ഥാനത്ത് കാന്താരിയും അതേമാതിരി KGF ചാപ്റ്റർ 2 എടുക്കുന്നുണ്ട്. ശക്തി തിരുമകൻ എന്ന് പറഞ്ഞ പടം സെപ്റ്റംബർ 19 റിലീസാവുന്ന അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. 5-ാം തീയതി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് തോന്നുന്നത്, ഓർമ്മയില്ല. പിന്നെ റാവു ബഹദൂർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. സത്യദേവാണ് പടത്തിൽ മെയിൻ കഥാപാത്രമായിരുന്നത്. പിന്നെ കാട്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ 25 Days to Go പോസ്റ്റർ വന്നു. പിന്നെ ജസ്റ്റ് മാരീഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വെനസ്ഡേ എന്ന് പറഞ്ഞ സീരീസിൻ്റെ സീസൺ 2 പുറത്തിറങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും പാർട്ട് 1 ആണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. പാർട്ട് 2 സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഇനി റിലീസാവുന്നത് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ നെറ്റ്ഫ്ലിക്സ് മൊത്തം പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ഒരു വലിയ പരിപാടിയാണ്. പിന്നെ ഡെവിൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഓഗസ്റ്റ് 15-ാം തീയതി 10:05 രാവിലെ വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 days to go രീതിയിലുള്ള പോസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇൻട്ര MTAG ഇർബേക്ക് എന്നുള്ള രീതിയിലാണ് പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ദ്ര എന്ന് പറഞ്ഞ പടത്തിൻ്റെ 10 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ പർദ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വിസിറ്റിൽ കിട്ടിയിട്ടുള്ള ഫോട്ടോ ആണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ എടുക്കുന്നത്. പിന്നെ പടത്തിൻ്റെ US പ്രീമിയർ അടക്കുന്നത് ഓഗസ്റ്റ് 21-ാം തീയതി അറിയിച്ചുകൊണ്ട് വേറെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ പറന്ന് പോകുന്ന പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 4 ഫോട്ടോസ് പങ്കുവച്ചിട്ടുണ്ട്. അജു വർഗീസിൻ്റെ ഫോട്ടോസാണ് മെയിനായിട്ട്. പിന്നെ ജഡത്താര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ 12 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബൾട്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ശന്തനു ഭാഗ്യരാജ് എന്ന് പറഞ്ഞ ആളുടെ പേര് കുമാർ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട്. പിന്നെ ലൗക്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ജോലി LLB 3 എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിൻ്റെ റിലീസ് സെപ്റ്റംബർ 19-ാം തീയതി അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. എന്തായാലും പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയത് അത് 25 മില്യൺ പ്ലസ് വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോംസിലും കൂടിയിട്ടാണ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ അവരൊക്കെ കൂടിയിട്ട്. പിന്നെ തലവര എന്ന പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സുന്ദരകാണ്ട എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഓടുമുതിര ചാടുമുതിര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നായിരുന്നു, അത് 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ ധര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു, അത് 3 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാഡ് ഗേൾ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഉന്നിൽ കാതൽ കാന എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ബാഹുബലി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ബാഹുബലി ദെപ്പിക് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒക്ടോബർ 31-ാം തീയതി റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ബാഗി 4 എന്ന് പറഞ്ഞിടത്തിന് ടീച്ചറിൻ്റെ സെൻസറിങ് ഒക്കെ കഴിഞ്ഞ ആരും റൺ ടൈമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടീച്ചർ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. മ്യൂസിക് പഴയ മ്യൂസിക് തന്നെയാണ്, അത് ഗംഭീര മ്യൂസിക്കാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി പൊതുവെ വയലൻസ് കുത്തി കയറ്റിയിരിക്കുക എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ അനിമൽ സിനിമയുടെ ഒക്കെ റെഫറൻസും അതിലൊക്കെ തോന്നി കുറേ പരിപാടികൾ. പിന്നെ എല്ലാവർക്കും വയലൻസ് കൊടുത്തിട്ട് ഓവറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ വൈശാഖ് പൃഥ്വിരാജിനെ വെച്ചെടുക്കുന്നതാണ് ഖലീഫ എന്നുള്ള പടം. ഈ പടത്തിൻ്റെ റിലീസ് ഓണത്തിനായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്, 2026. പിന്നെ ലോക എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പ്രൊമോ സോങ് ലോഡിംഗ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജ്യോതി ന്യൂലൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പാട്ട് പാടുന്നത്. മൂസിൻ പരാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ലിറിക്സ് ചെയ്തിട്ടുള്ളത്. ജെക്സ് ബിയോ ആണ് മ്യൂസിക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര പാട്ടാണെന്ന് വിചാരിക്കാം. തനിയാലെത്തി കലന്തർ എന്നുള്ള രീതിയിലാണ് പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. പഞ്ചാബി അതേമാതിരി മലയാളം ഇത് രണ്ടും മിക്സ് ആയ രീതിയിലാണ് പാട്ട് വരാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കുറേ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. പിന്നെ മഹാവതാര നരസിംഹ എന്നുള്ള 210 കോടിയിലും കൂടുതൽ വെള്ളുവരായി നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഒരു അനിമേഷൻ രീതിയിലുള്ള പടമാണ് ഇത്ര നേടിയെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സിനിമ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇഡ്ലിക്കട എന്ന് പറഞ്ഞിടത്തിൻ്റെ കേരളത്തിലെ റൈറ്റ്സ് എടുത്തിരിക്കുന്ന HM അസോസിയേറ്റ്സ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇവർ തന്നെയാണ് കൂലിയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് കേരളത്തിൽ. പിന്നെ പാർട്ട് 1 എന്ന് പറഞ്ഞിടത്തിൻ്റെ ബുക്ക് മൈ ഷോയിലത്തെ ഇൻട്രസ്റ്റ് 1 മില്യണിന് കൂടുതലായിട്ടുണ്ട്. ഫസ്റ്റ് എന്തായാലും 1 മില്യൺ ആയുള്ള പാർട്ട് 2 തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ കൂലി ആയിട്ടുണ്ട് 1 മില്യൺ. പക്ഷേ ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കൂലിയാണ്. എന്തായാലും ഇവിടെ തന്നെ 3 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ പടം തമിഴ്നാട്ടിൽ മാത്രം 13 കോടിയുടെ മുകളിൽ, എന്ന് വെച്ചാൽ 15 കോടിയൊക്കെ മുകളിലായിട്ട് കളക്ഷൻ നേടിയിട്ടുണ്ട് പ്രീസെയിൽസിലൂടെ മാത്രം. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് 85 മിനിറ്റാണ് റൺ ടൈമായി പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 1 മണിക്കൂർ 75 മിനിറ്റും 17 സെക്കൻഡാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 25 മിനിറ്റും 5 സെക്കൻഡാണ്. എന്ന് വെച്ചാൽ 2 മണിക്കൂറും 50 മിനിറ്റും 22 സെക്കൻഡാണ് റൺ ടൈം മൊത്തത്തിൽ. പിന്നെ പടത്തിൻ്റെ കേരളത്തിലത്തെ കളക്ഷൻ 6.70 കോടിയുടെ മുകളിലായിട്ടുണ്ട് പ്രീസെയിൽസിലൂടെ മാത്രം. എന്തായാലും രജനീകാന്തിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ ഫസ്റ്റ് ഡേയിൽ വരുന്ന പടമായി മാറിയിട്ടുണ്ട് കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ജയിലറാണ് 2-ാം സ്ഥാനത്ത് 5.85 കോടിയായിട്ട്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ പടത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടിയുടെ മുകളിലായി എന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി പടത്തിൻ്റെ 2 days to go പോസ്റ്റർ ഉണ്ട് ഇന്നലെ. ഓക്കെ, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ നോർത്ത് അമേരിക്കന്ന് പ്രീസെയിൽസിലൂടെ പ്രീമിയറിൻ്റെ പ്രീസെയിൽസിലൂടെ മാത്രം 2 മില്യൺ പ്ലസ് ആയിട്ടുണ്ട് കളക്ഷൻ. പിന്നെ ഇവിടുത്തെ തെലുങ്കിലത്തെ ഓഡിയോ പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. അതേമാതിരി ഹിന്ദിയിലത്തെ ഓഡിയോ പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിലെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതേമാതിരി തെലുങ്കാനയിലത്തെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്പൺ ആയതോട് കൂടിയിട്ടാണ് കുറച്ചുകൂടി കളക്ഷനാണ് കയറിയിട്ടുള്ളത്. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ 100 കയ്യിലും കൂടുതൽ ടിക്കറ്റ്സ് വിറ്റ് പോയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും മാത്രമായിട്ട്. പിന്നെ UAE തമിഴ് വെർഷൻ്റെ തിയേറ്റർ ലിസ്റ്റ്, അതേമാതിരി KSLത്തെ തമിഴ് വെർഷൻ്റെ തിയേറ്റർ ലിസ്റ്റ്, പിന്നെ ഒമാനത്തെയും ഖത്തറത്തെയും കുവൈറ്റത്തെയും ബഹ്റൈനത്തെയും ഇവിടത്തെയും തമിഴിൻ്റെ തിയേറ്റർ ലിസ്റ്റും ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഫിലോമിൻ രാജി എന്നുവെച്ചാൽ ഈ പടത്തിൻ്റെ എഡിറ്റർ ആ എഡിറ്ററിൻ്റെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് ലോകേഷ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദ പാരഡൈസ് എന്ന് പറഞ്ഞതിൻ്റെ സ്പാർക്ക് ഓഫ് ദ പാരഡൈസ് എന്നുള്ള ഒരു വീഡിയോ
സീക്വൻസ് റാപ്പ് വീഡിയോ എന്നുള്ള രീതിയിലാണ് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അവർ ഗംഭീര സാധനമായിട്ട് തോന്നിയത്. മ്യൂസിക് നമ്മൾ ക്ലിംസിലാണ്ട സെയിം മ്യൂസിക് ആണെങ്കിലും ഷോട്ട് വേറെയാണ്. മേക്കിംഗ് വീഡിയോ ആയിരത്തെ രീതിയിലാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. ഈ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നതിൻ്റെ പടത്തിൻ്റെ ആ പോസ്റ്ററിൽ ഞാൻ ഈ സെൻറ്ററിൽ ഇരുന്നിട്ട് കുറേ ആൾക്കാർ ആളെ കൊല്ലാൻ വരുന്ന രീതിയിലൊക്കെ ആയിട്ടുള്ള രീതിയിൽ സംഭവമായിരുന്നു. അതിൻ്റെ സീക്വൻസാണ് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായി വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പോസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പോസ്റ്ററാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.